ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാനും രാഹുലും ഇന്ന് സിറ്റിയിലേക്ക് യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ജോലി കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ, രാഹുലും ജോലി കഴിഞ്ഞിട്ട് ഇറങ്ങിയുള്ളൂ. ഇവിടെ ഇപ്പോൾ സമയം 3:30 കഴിഞ്ഞ്. ഇന്ന് ഞാൻ നേരത്തെ ഇറങ്ങി, ഇങ്ങനെ പുറത്തോട്ട് പോകണമെന്നുള്ള രീതിയിൽ. എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല. ഇന്ന് പുറത്തോട്ട് ഇറങ്ങണം എന്ന് പറഞ്ഞു, അപ്പം ഞാൻ വണ്ടിക്ക് ഇറങ്ങി നേരത്തെ ഇറങ്ങിയിട്ട്. അപ്പോൾ വി ഹാവ് ടു പിക്കപ്പ് സം. എന്താ വഴി മാറിയോ? വി ഹാവ് ടു പിക്കപ്പ് സംതിങ് ഫ്രം ദ സിറ്റി. സോ അതിന് വേണ്ടി പോയി. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നല്ല അടിപൊളി ക്ലൈമറ്റാണ്. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഇവിടെ പകൽ നല്ല വെയിൽ കിട്ടും, രാത്രിയിൽ ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. അല്ലാതെ മഞ്ഞ് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് മഞ്ഞ് പെയ്തിട്ടില്ല അല്ലേ? മഞ്ഞ് പെയ്തിട്ടില്ലല്ലോ. ഇല്ല ഇല്ല, മഞ്ഞ് പെയ്തിട്ടില്ല. പക്ഷെ ഇപ്പോൾ നല്ല മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലൊക്കെ കിട്ടി വീണ്ടും മഞ്ഞ് പെയ്യുന്ന സമയത്ത് ഭയങ്കര മനസ്സ് വിഷമമാണ്. എല്ലാം ഞാനൊരു സമ്മർ വൈബിലേക്ക് വന്നുകൊണ്ടിരിക്കുക. എൻ്റെ ഔട്ട്ഫിറ്റൊക്കെ കണ്ടില്ലേ? ഞാനൊരു ക്രോപ്പ് ടോപ്പും പാൻറ്റ് മാത്രം ഇട്ടിട്ടാണ് ഇന്ന് ജോലിക്കൊക്കെ പോയത്. പിന്നെ ഇനി എങ്ങാനും നടക്കുമെന്ന് പറഞ്ഞൊരു ലെയർ ഞാൻ വാരിയിട്ടതാണ്. അത് നന്നായി. ജാക്കറ്റൊന്നും ഇല്ല എൻ്റെ കയ്യിൽ. അപ്പോൾ അതാണ് അവസ്ഥ. ഇന്നൊരു അടിപൊളി ദിവസമായിരുന്നു. ജോലിയൊക്കെ ചെയ്ത് വന്നു. ഇന്നൊക്കെ നല്ല ദിവസമായിരുന്നോ? അല്ല, ഇതൊക്കെ നല്ല ദിവസമല്ലായിരുന്നു. എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെന്തോ, നിങ്ങളുടെ ഒരുപാട് കമൻസും മെസ്സേജസും ഒക്കെ ഞാൻ കാണുന്നുണ്ട്. ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം. എല്ലാത്തിനും എനിക്ക് അങ്ങനെ റിപ്ലൈ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ബട്ട് സ്റ്റിൽ ഐ എം ട്രൈയിങ്. ഇവിടെ അങ്ങനെ ഉണ്ടാവാറില്ലേ? പള്ളികൾ ഇവിടെ കാണാറില്ലേ? പിന്നെന്താ, ഞങ്ങൾ മുമ്പ് വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ഞങ്ങൾ ഭയങ്കര ഒരു ചെറിയ കുഞ്ഞു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമ്മളുടെ ടൗണിൽ തന്നെ എല്ലാം വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ ഇന്ത്യൻ ഗ്രോസറി ഇല്ല. കാരണം നമ്മളുടെ അവിടെ ഇന്ത്യൻസ് വളരെ കുറവാണ്. 1-2 പേര് 3 പേരൊക്കെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ കണ്ടാലായി. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഗ്രോസറി സ്റ്റോഴ്സ് വളരെ കുറവാണ്. അപ്പം ഞങ്ങൾക്ക് വേണ്ട മേജർ ഇന്ത്യൻ ഗ്രോസറി ഒക്കെ വാങ്ങിക്കണമെങ്കിൽ ഇതുപോലെ സിറ്റിയിലേക്ക് പുറത്തിറങ്ങുന്ന സമയത്ത് വാങ്ങിക്കും. പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ തക്കുനി ഫുഡ് കഴിക്കണം. അങ്ങനെ നമ്മളിപ്പോൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തക്കുനി ഫുഡ് കഴിക്കണം. ഞാൻ പഴംപൊരി കഴിച്ചിട്ട് ഞാൻ സംതൃപ്തിയാണ്. ഇനി വീട്ടിൽ പോയിട്ട് കുറച്ച് വീട്ടിൽ ചോറും സാമ്പാറും മീനും കൊഞ്ച് വറുക്കാനും ഒക്കെ ഉണ്ട്. അതൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ സെറ്റാണ്. പക്ഷെ തക്കുന് അത് മതിയോ? പോരാ. മതിയോ? മതി. അപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഫുഡ് വാങ്ങാൻ. ഇതാണ് അവസ്ഥ. ഫിഷ് മാംഗോ കറി. ഇതൊക്കെ എന്താണ്? കറി നേന്ത്രപ്പഴം വാങ്ങിക്കട്ടെ? വാങ്ങിക്കട്ടെ. ഞാനെപ്പോഴാണ് നേന്ത്രപ്പഴം കഴിച്ച് കളഞ്ഞിരിക്കുന്നേ? ഞാൻ തന്നെ എപ്പോഴും നേന്ത്രപ്പഴം കഴിക്കും. തക്കുടു, ഇവിടെ മാങ്ങില്ല, മൈദ ഉണ്ടെങ്കിൽ മൈദ വാങ്ങിക്കാട്ടാ, ഓർമ്മയോടെ. എന്ത് നല്ല പഴം. ഇതിന് നല്ല വിലയാണോ നേന്ത്രപ്പഴത്തിന്? കഴിക്കട്ടെ, കുഴപ്പമില്ല അല്ലേ? തേങ്ങ വേണം. ചൂര ബൂസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. തക്കു എന്തൊക്കെയോ തൈലങ്ങൾ എടുക്കുവാണ് ഗൈസ്. ഇഞ്ചി അച്ചാർ, ഗാർലിക് അച്ചാറുണ്ട്, ഹോട്ട് ആൻഡ് സ്വീറ്റ് ലൈം, ഗാർലിക് ലൈം, കാന്താരി നെല്ലിക്ക. എൻ്റെ അമ്മി, ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ കൊതിക്കുന്ന നേരം നിൽക്കാൻ പറ്റില്ല. പപ്പടം എടുത്തിട്ടല്ലോ ഞാൻ. ഇപ്പോൾ ഉണ്ട്. ഈ കറുത്ത കടല മാത്രം നമുക്ക് വാങ്ങിക്കണം പുട്ടിന്.
പക്ഷെ കഴിഞ്ഞ തവണ വാൾമാർട്ടിൽ പോയപ്പോൾ അത് കണ്ടതില്ല. ഇവിടെ നിന്ന് വാങ്ങിക്കണം, അവിടെ നിന്ന് വാങ്ങിക്കണം, വീണ്ടും നോക്കിയിട്ട് ഇപ്പം തൽക്കാലം വാങ്ങിക്കാം. നമ്മുടെ റാഗി അമൃതം പൊടി ഉണ്ട് അവിടെ. ഇതൊക്കെ മൈദ മൈദ മൈദ. $11 മിച്ചറിനൊക്കെ വെറുതെയാണോ? ദോശമാവ് അല്ലേ? നൈസായിട്ടുണ്ടല്ലോ. ഇതെന്താണിത്? ചിക്കൻ പേര് എഴുതിയിട്ടില്ലല്ലോ. ഉണ്ണിയപ്പം ഉണ്ട്. ദൈവമേ, ഞാൻ അടിക്കടിക്ക് വെച്ചിരിക്കാണല്ലോ. ചോറുണ്ട്, കപ്പ, അത് എന്തൊക്കെയത്, ചെറുപയർ തോരൻ. എടാ മറ്റേ ഇത് മീൻ, ഈ മീൻ എവിടെ കിട്ടും? തക്കോ നത്തോലി എവിടെ കിട്ടും? അയ്യോ, ഇവിടെ അധികം നേരം നിൽക്കുന്ന ഡേഞ്ചറാണ്. ഒരു പഴംപൊരി എടുക്കും. നല്ലൊരു പഴംപൊരി. എൻ്റെ സുഖിയെ വേണം, എനിക്ക് ഒന്നുകൂടെ ഓർഡർ ചെയ്യണം. എന്തിനാ ഇതൊക്കെ കഴിക്കാൻ നിങ്ങള്? നമ്മൾ ദോശമാവ് വാങ്ങിക്കാൻ വന്നിരിക്കണം. ഞങ്ങൾക്കിവിടെ ദോശമാവ് വാങ്ങിക്കണമെങ്കിൽ ഏകദേശം ഒരു 100 കിലോമീറ്റർ യാത്ര ചെയ്യണം. പക്ഷെ വെർത്ത് ഇറ്റ്. ഇവിടുത്തെ കഫേകളിലോ അങ്ങനെയൊക്കെ പോകുമ്പം അവിടുത്തെ ഇങ്ങനെ പേസ്ട്രീസൊക്കെ കാണുമല്ലോ. ബ്രൗണീസ്, ഡോണറ്റ്സ്, ടിംബിറ്റ്സ്, കുക്കീസ്. ഇതിനോടൊന്നും കണ്ട എനിക്ക് ഒരു വികാരം തോന്നില്ല. ഞാൻ ഇവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട്. പക്ഷെ കണ്ടാലും എനിക്ക് കഴിക്കാനൊന്നും തോന്നില്ല. വെറുതെ കിട്ടുവാണെങ്കിൽ കഴിക്കാൻ തോന്നില്ല. പക്ഷെ ഇതൊക്കെ സീറ്റ് ബെൽറ്റ് ഇടുമോ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അശ്വിനിയുടെ വീഡിയോയിൽ എപ്പോഴും അശ്വിനി കാറിൻ്റെ അകത്ത് ഇരുന്ന് അതും ഇതും സംസാരിക്കുന്നതാണല്ലോ, ഇവിടെ എന്താ ഒന്നും കാണാനൊന്നും ഇല്ലാത്ത, പുറത്തൊന്നും എന്താ ഇല്ലാത്ത, എപ്പോഴും വീടിനകത്തും എപ്പോഴും കാറിനകത്തും മാത്രമാണല്ലോ. ബട്ട് ലെറ്റ് മീ ടെൽ യു ദിസ്, ഇതൊരു കോൾഡ് കൺട്രിയാണ്. പ്രത്യേകിച്ച് ഞങ്ങളിരിക്കുന്ന സ്ഥലമൊക്കെ ഭയങ്കര മഞ്ഞ. കഴിഞ്ഞ 4-5 മാസമായിട്ട് ടെമ്പറേച്ചർ മൈനസാണ്. ഞങ്ങൾക്ക് -40 ഡിഗ്രി വരെയൊക്കെ പോയ ദിവസങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? നമുക്ക് മൊബിലിറ്റി വളരെ കുറവാണ്. പുറത്തോട്ട് ഇറങ്ങി കാഴ്ചകൾ കാണാൻ ഒന്നുമില്ല. അതാണ് യാഥാർത്ഥ്യം. പിന്നെ കാറെന്ന് പറഞ്ഞാൽ ഒരു നോർത്ത് അമേരിക്കൻ്റെ ലൈഫിൽ മോസ്റ്റ് ഓഫ് ദ ടൈം ദേ വിൽ ബി ഡ്രൈവിങ്. ജോലി സ്ഥലങ്ങളിലേക്കാണെങ്കിലും ഓരോരുത്തരുടെ കമ്മ്യൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ 40 മിനിറ്റാണ്. 40 മിനിറ്റ് ഞാൻ പറയുമ്പോൾ നിങ്ങളോട് പ്രത്യേകിച്ച് എടുത്ത് പറയണം. 49 കിലോമീറ്ററാണ് ഓരോ ആൾക്കാരെ ഡ്രൈവ് ചെയ്ത് ജോലിക്ക് അടക്കം പോകുന്നത്. എസ്പെഷ്യലി ഞാൻ നയഗ്ര ഫോൾസിലൊക്കെ ഇരിക്കുന്ന സമയത്ത്, നയഗ്ര ഫോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കാനഡയുടെയും അമേരിക്കയുടെ ഇടയിൽ ഒരു ബോർഡറാണല്ലോ. അപ്പം കാനഡയിൽ നിന്നുള്ള ആൾക്കാർ അമേരിക്കയിലേക്ക് ക്രോസ് ചെയ്തിട്ട് യൂണിവേഴ്സിറ്റീസിൽ പോകുന്ന ആൾക്കാരുണ്ട്, ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട്. ഇവിടെ പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ട് അവിടെയുള്ള ആൾക്കാർ ഇവിടെ വന്ന് താമസിച്ച് അവിടെ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഭയങ്കര, അതായത് ഒരു നോർത്ത് അമേരിക്കൻ്റെ ലൈഫിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവിങ് ഈസ് എ പാർട്ട് ഓഫ് ദിയർ ലൈഫ്. ഇപ്പം തന്നെ കണ്ടില്ലേ, ദോശമാവ് വാങ്ങിക്കാൻ നമ്മൾ 100 കിലോമീറ്റർ യാത്ര ചെയ്യുക. എന്താ ഇപ്പം കഥ? ശരി, ഇപ്പം ഞങ്ങൾ റെസ്റ്റോറൻറ്റിനകത്ത് പോവാണ്.
ഇവിടെ നിന്ന് പൊറോട്ടയും ബീഫ് റോസ്റ്റും ചിക്കൻ ഫ്രൈയും വാങ്ങിച്ചു. രണ്ടുപേരും സെയിമാണ് വാങ്ങിച്ചത്. പിന്നെ 2 ചായ കുടിച്ചു, 2 മുട്ട പപ്സ് കഴിച്ചു. വീണ്ടും പോരാഞ്ഞിട്ട് ഒരു ചില്ലി ഗോപിയും വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. എൻ്റെ ദൈവമേ, എനിക്കിപ്പോൾ ഭയങ്കര പേടിയാവുന്നു. എന്താണെന്ന് വെച്ചാൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു കൺട്രോളും ഇല്ല. നല്ല തീറ്റയാവുന്നുണ്ട് എന്ന് എനിക്കൊരു സംശയം. അത് അദ്ദേഹത്ത് കാണാനുണ്ട്. വിൻ്റർ കഴിഞ്ഞ് എൻ്റെ ഹൈബർനേഷനൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴല്ലേ മനസ്സിലാവുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റ് വെച്ചിട്ടുണ്ട്. വെയിറ്റ് വയ്ക്കാനായിരുന്നു ആക്ച്വലി എൻ്റെ ഹെൽത്ത് ഗോൾ. അതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. ബട്ട് ഒരു ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് മാത്രം. പക്ഷെ നമ്മളിങ്ങനെ വല്ലപ്പോഴും ഒക്കെയല്ലേ പുറത്ത് പോവുള്ളൂ. അപ്പോൾ ഇടയിൽ ഇങ്ങനെ പപ്സൊക്കെ കഴിക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലേ? ആയിരിക്കില്ലേ? ഞാൻ എന്ത് കഴിക്കും? കഴിഞ്ഞ ദിവസം ഗുലാബ് ജാമുൻ വാങ്ങിച്ചോണ്ട് വന്നിട്ട് വീട്ടില് മുട്ടായി വാങ്ങിച്ചോണ്ട് വരണത് ഇല്ല, ഇനി ഞാൻ നിർത്തി. നിങ്ങളെ സാക്ഷിയാക്കി ഞാൻ പറയുവാണ്, എനിക്ക് മുട്ടായതല്ല എന്തോ എനിക്ക് വേറെ പലഹാരങ്ങളോടും ഇവിടെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഡോണറ്റും ഡിമ്പിട്ടും കാണുമ്പോഴൊന്നും എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ ഇന്ത്യൻ സ്വീറ്റ്സൊക്കെ കാണുമ്പോൾ ഒരു ചെറിയൊരു ആഗ്രഹമുണ്ട് കഴിക്കാൻ. അതാണ്, നമുക്ക് കൺട്രോൾ ചെയ്യാം. ഈ സമ്മറിൽ നമ്മൾ വർക്കൗട്ട് ചെയ്ത് ഇങ്ങനെ സെറ്റാക്കും. ഞാൻ ഔട്ട്ഡോർ ഞാൻ ഇനി രാവിലെ എഴുന്നേറ്റ് നടക്കാം, ഓടാനൊക്കെ പോവാണ്. എന്ത് ഇപ്പൊ മഞ്ഞ് മാറാതെയാണ്. മഞ്ഞ് മാറിയത് ഞാൻ എണീറ്റ് നടക്കാം, ഓടാൻ നല്ല രസമായിരിക്കും. ഞാൻ ഓടിയിട്ട് വന്നിട്ട് ഞാൻ തക്കുവിനടുത്ത് ബാക്കി പറയാം. ഓക്കെ, അപ്പം അങ്ങനെ ഇങ്ങനെ ഉണ്ടല്ലോ തക്കു. പക്ഷേ ഞങ്ങൾ പറഞ്ഞു വന്ന പോലെ ഇങ്ങനെ ജോലി കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പതുക്കെ പുറത്തോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ജോലി കഴിഞ്ഞ് വന്നാൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങളൊക്കെ പറയാലും ഉണ്ട്. അപ്പോൾ ഇത്തവണ നിങ്ങളും കൂടി ഉണ്ട് കേട്ടോ. ഇന്നുണ്ടല്ലോ തക്കു. എൻ്റെ മറ്റേ കോവർക്കറില്ലേ, ചെറിയ പെൺകൊച്ച്, നിങ്ങളുടെ മുമ്പിൽ ഐ എം കീപ്പിംഗ് ദ പ്രൈവസി. സോ ഐ എം ജസ്റ്റ് യൂസിങ് ദ ഇനീഷ്യൽസ്. ഓക്കെ, KF GLനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ അപ്പാർട്ട്മെൻറ്റിൽ പോയി കേട്ടോ. അവിടെ നിന്ന് അവർ പുള്ളിക്കാരത്തി ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹെൽപ്പ് 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 എന്ന് പറഞ്ഞിട്ട് പുറത്തുനിന്ന് ഭയങ്കര ഒച്ച കേൾക്കുന്നു അത്ര. അപ്പോഴത്തേക്കും പുള്ളിക്കാരത്തെ എല്ലാം ഓഫ് ചെയ്തിട്ട് റൂമിന് പുറത്തോട്ട് ഓടി നോക്കിയപ്പോൾ അവിടെ ദൂരത്ത് ഒരു അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പുറത്തോട്ട് ഒരു സ്ത്രീ ഇങ്ങനെ ചോരയിൽ കുളിച്ച് ഇങ്ങനെ കാണുന്നു. അപ്പോൾ ഈ പെങ്കൊച്ച് അവരുടെ അങ്ങോട്ടേക്ക് നടന്ന് നീങ്ങുമ്പോൾ അവരിങ്ങനെ ചോരയിൽ കുളിച്ച് ഇവളുടെ അടുത്തോട്ട് നീങ്ങി വരുന്നു. ചക്കനെ സ്കെയർ ചെയ്ത് തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇവളാകെ പേടിച്ച് പോയി. എന്താണെന്ന് അറിയുന്നില്ല. മൊത്തം അവിടെ നോക്കുമ്പോൾ കാർപ്പറ്റിൽ മൊത്തം ബ്ലഡ്. നോക്കുന്ന സമയത്ത് എന്താ കയ്യിലൊരു കട്ട് ഇവിടെ. എന്താ കാര്യം? ഇതൊക്കെ കേൾക്കുമ്പോഴാണ് പേടിയാവുന്നത്. നാട്ടിൽ പല കാര്യങ്ങളും പല വാർത്തയൊക്കെ കേൾക്കുമ്പോൾ നമ്മൾക്ക് അത്ഭുതം തോന്നും. പക്ഷേ ഇവിടെ പല സബ്സ്റ്റൻസും ലീഗലൈസ്ഡ് ആണ്. അപ്പോൾ ഇവർ തോന്നിയ പോലെ ഡ്രഗ്സൊക്കെ ഉപയോഗിച്ച് കിറിങ്ങി നടക്കുകയാണ്. ഇവിടെ നമ്മൾ താമസിക്കുന്ന ടൗണിൽ വളരെ കുറവാണ് കമ്പയർഡ് ടു ഡിഫറെൻറ്റ് സിറ്റീസ്. അപ്പോൾ നമ്മുടെ ടൗണിൽ വളരെ കുറവാണ്. അപ്പോൾ ഷീസ് എ ക്രാഹെഡ്. അവർ കൈ മുറിച്ചിട്ടുണ്ടല്ലോ ഇത്രയും ആഴത്തിൽ കട്ട്. പുള്ളി പറയുന്നത് അകത്തുള്ള എല്ല് കാണാമായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്യാം? അപ്പോഴത്തേക്കും പുള്ളിക്കാരത്തിൻ്റെ ബോയ് ഫ്രണ്ട് ആണെങ്കിൽ അത് കിറുക്കി പിടിച്ച ആളത്ര. എന്നിട്ട് ടവൽ കൊണ്ടുവരുന്നു. എന്നിട്ട് അതിനിങ്ങനെ ഉമ്മ വെക്കുന്നു. അയ്യോ 911 വിളിക്കി എന്ന് പറഞ്ഞിട്ട് ആക്ച്വലി ഹി ഈസ് സെല്ലിങ് അറ്റ് ഹർ. പുള്ളിക്കാരത്തേക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലല്ലോ അത് ഈ കാര്യത്തിൽ. എന്നിട്ട് 911 വിളിച്ച് എമർജൻസി വന്ന് അപ്പോഴത്തേക്ക് അവിടെയൊക്കെ ബ്ലഡായി. അതൊരു ഡിസ്ട്രിക്റ്റിൻ്റെ അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അവരെയൊക്കെ വിളിച്ച് പറഞ്ഞ് അത് ക്ലീനിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് ഇന്ന് മൊത്തത്തിൽ പുള്ളിക്കാരത്തിൻ്റെ ദിവസം നല്ല അടിപൊളിയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ തൊട്ടടുത്തുള്ളൊരു മോളിൽ കയറി. ആദ്യം തന്നെ പോയത് H&Mലാണ്.
ഇവിടെ ഇപ്പോൾ ഓരോ സീസൺ അനുസരിച്ചിട്ട് ഓരോ കളക്ഷൻസ് മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് മൊത്തം സ്പ്രിങ് ബേസ്ഡ് ആയിട്ടുള്ള കുറേ പൂക്കളും പോലെ പ്രിൻ്റൊക്കെ വരുന്ന കുറേ ഉടുപ്പുകളാണ്. ഞാൻ അപ്പോഴാണ് ഓർത്തത്, എൻ്റെ കോവർക്കർക്കൊരു ഗ്രാൻഡ് ഡോട്ടർ ഉണ്ടായിട്ടുണ്ട് ഈ കഴിഞ്ഞ വീക്ക്. പുള്ളിക്കാരത്തേക്ക് ഒരു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായി വിചാരിക്കുന്നു. പക്ഷെ പുറത്തോട്ട് അങ്ങനെ ഇറങ്ങാത്തതുകൊണ്ട് പറ്റിയില്ല. ഈ കുഞ്ഞു കുഞ്ഞു ഉടുപ്പുകൾ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി. ഒരു മാസം മുമ്പ് രാഹുലിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കോവർക്കർക്ക് ഇതുപോലൊരു കുഞ്ഞു മോളുണ്ടായിട്ടുണ്ടായിരുന്നു. ബേബിക്ക് രാഹുൽ ആദ്യം പോയൊരു ഡ്രസ്സ് എടുത്തു. അതിൻ്റെ സൈസ് കണ്ടിട്ട് എനിക്ക് ഭയങ്കര സംശയമായിരുന്നു, അത് ആ ന്യൂ ബോണിന് ഫിറ്റ് ആവുമോ ഇല്ലയോ അത്. പിന്നെ ഞാൻ സെക്കൻഡ് ടൈം ഞാൻ പോയി എടുക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ അവർക്ക് 2 ഡ്രസ്സ് നമ്മൾ കൊടുത്തായിരുന്നു. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ മാറാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഉടുപ്പുകളുടെ സെക്ഷനിൽ ഞാൻ കയറിയിരിക്കുന്നത്. എന്തായാലും ഒരു ലാർജ് സൈസ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വാങ്ങിക്കുകയാണെങ്കിൽ പിന്നെ കൊച്ചു വളരുമ്പോഴും ഉപയോഗിക്കാമല്ലോ. അപ്പോൾ എനിക്ക് ആ ബ്ലൂ ഡ്രസ്സിൽ ഭയങ്കര കണ്ണുണ്ടായിരുന്നു, ബ്ലൂവും പുറകിലുള്ളൊരു ഫ്ലോറൽ പ്രിൻറ്റിനോടും. അവസാനം ഞാൻ ആ ബ്ലൂ ആണ് എടുക്കാമെന്ന് വിചാരിച്ചത്. കുഞ്ഞു കുട്ടികളുടെ ഡ്രസ്സൊക്കെ കാണാൻ എന്ത് ഭംഗിയാല്. ആ സെക്ഷനിൽ കയറിക്കഴിഞ്ഞാൽ കണ്ണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. പിന്നെ അതിനുശേഷം രാഹുലിന് കുറച്ച് ഡ്രസ്സ് നോക്കാമല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ജെൻസ് സെക്ഷനിൽ കയറി. രാഹുലിൻ്റെ ഫേവറേറ്റ് കളറ് ബ്ലാക്കാണ്. സോ ഹി ഓൾവേസ് എൻഡ് അപ്പ് പിക്കിങ് സംതിങ് ബ്ലാക്ക്. ഈ കാണുന്ന ഷർട്ട് എനിക്ക് ഇഷ്ടമായി. അതൊന്ന് ഫിറ്റ് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ട്രയൽ റൂമിലേക്കാണ് പോകുന്നത്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ ക്ലോത്തിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മളുടെ നാടിനെ വെല്ലുവിളിക്കാൻ മാത്രമൊന്നും ഏത് ബിഗ് ബ്രാൻഡ്സിനും വളർന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം നമ്മുടെ നാട്ടിലുള്ള ചെറിയ ചെറിയ ഷോപ്സിലൊക്കെ പോയാൽ എത്ര വെറൈറ്റി കളക്ഷൻസ് കിട്ടും, അതൊന്നും ഇവിടെ കിട്ടില്ല കേട്ടോ. Oh my god, who is this handsome guy? തക്ക പാൻസ് അത് വിട്, കൈവിട് നേരത്തിരി. നീ എന്തിനാ നാണിച്ച് നിൽക്കുന്നു? ഇങ്ങോട്ട് വാടാ. നൈസ് ആക്ച്വലി. കുറച്ച് ഇങ്ങോട്ട് മറന്നേ. ആണോ എൻ്റെ ദൈവമേ, നീ ആ ബര ലുക്കാണല്ലോടാ. കുറച്ച് പുറകിലോട്ട് പോടാ. മരണമാസ് എൻ്റെ തക്കു ആരാ കൊള്ളാലേ. തക്കു വാങ്ങിച്ചോ എൻ്റെ ഒരു സന്തോഷത്തിന് വാങ്ങിക്കുന്നീ പ്ലീസ്. കിഡിലായിട്ടുണ്ട്. നമുക്ക് സ്പ്രിങ്ങിന് പുറത്തൊക്കെ പോയിട്ട് ഫോട്ടോ എടുക്കാം. നീ ഭാഗ്യവാനാടാ, എന്നെ പോലെ ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു രസമല്ലേ. പിന്നെ വേറൊരു കാര്യം ഞാൻ ഇവിടെ വന്ന് പഠിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിലാണെങ്കിൽ നമ്മൾ കുഞ്ഞു പിള്ളേരെ കാണുന്ന സമയത്ത് ഓടിപ്പോയി എടുക്കാനൊരു ടെൻഡൻസി ഉണ്ടാവും. പക്ഷേ പീപ്പിൾ റെസ്പെക്ട് ദെയർ പ്രൈവസി. സോ നമ്മൾ അങ്ങനെയൊന്നും പോയി എടുക്കരുത്. ഒരിക്കൽ അങ്ങനെയൊക്കെ എടുത്തിട്ട് എനിക്ക് വായിലിരിക്കുന്നത് കേട്ടു. സോ അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെയൊന്നും പോയി എടുക്കാറില്ല. പോലെയുള്ള ചില കിളി പറഞ്ഞാണ് ടെമ്പറേച്ചറും വെതറും നോക്കാതെ ഇങ്ങനെ ഡ്രസ് ചെയ്യും. എന്നിട്ട് അവസാനം ഇങ്ങനെ തണുത്ത് മരവിക്കും. പെർഫെക്റ്റ്. ഐ telling you, it's perfect. ഇഷ്ടമായോ? എനിക്ക് ജ്വൽസൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് നൈസ് ആക്ച്വലി. ഞാൻ വളരെ റെയറായിട്ടാണ് ഇങ്ങനെ ജ്വല്ലറിയൊക്കെ വാങ്ങിക്കാറ്. പിന്നെ അതിനുശേഷം ഞങ്ങൾ ബാത്ത് ആൻഡ് ബോഡിയിൽ കയറി. എല്ലാ മോഡലും ഇതിൻ്റെ ഒരു സ്റ്റോർ കാണാറുണ്ട് കേട്ടോ. ബാത്ത് ആൻഡ് ബോഡിയിൽ എന്താ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള സെൻറ്റഡ് ക്യാൻഡിൽസ് കിട്ടും. ഇപ്പോൾ ഇവിടെ ഓരോ കളർ വെച്ചിരിക്കുന്ന ഓരോ മണമുള്ള ക്യാൻഡിൽസാണ്. ഇറ്റ് ഈസ് ആക്ച്വലി വെരി പോപ്പുലർ ഇൻ എനി വെസ്റ്റേൺ കൺട്രീസ്. ഈ സായിപ്പന്മാരൊക്കെ വീട്ടിൽ ഇങ്ങനെ സെൻറ്റഡ് ക്യാൻഡിൽസ് കത്തിച്ച് വയ്ക്കാറുണ്ട്. നല്ലൊരു മണമാണ്. അതുപോലെ ഇവിടെ ബോഡി വാഷ്, ഷാംപൂ, മോയ്സ്ചറൈസിങ്, ഹാൻഡ് ക്രീം, കാറിൽ വെക്കാനുള്ള ഫ്രേഗ്രൻസ് അല്ലെങ്കിൽ റൂം ഫ്രഷ്നർ, അങ്ങനെ പറഞ്ഞ് മണമുള്ള ഒരു പാരഡൈസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ സ്റ്റോറിൻ്റെ സൈഡ് കൂടെ നടന്നു പോകുമ്പോഴേ നമുക്ക് പലതരത്തിലുള്ള മണങ്ങൾ കിട്ടും. അത്ര അടിപൊളിയാണ്. അതുപോലെ തന്നെ നാട്ടിലേക്ക് പോകുമ്പോൾ ഇവിടെ നിന്നുള്ള ആൾക്കാർ മാൻഡേറ്ററി ആയിട്ട് പാക്ക് ചെയ്യുന്ന ഒരു ഐറ്റത്തിലൊന്നാണ് ഈ ബാത്ത് ആൻഡ് ബോഡി എന്നുള്ള ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ്. ഇതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ലെങ്കിലും ഇവർക്ക് അത്രയും വെറൈറ്റി ഓഫ് പല മണങ്ങളുണ്ട്. അതുപോലെ തന്നെ ഓരോരോ സീസൺ മാറുന്നതിനനുസരിച്ച് ഇവരുടെ ഫ്രേഗ്രൻസ് മാറ്റിക്കൊണ്ടേയിരിക്കും. അടിപൊളി സ്റ്റോറാണ് കേട്ടോ. എന്തായാലും 1000 ഐലൻഡ് എന്ന് പറഞ്ഞൊരു എൻ്റെ ഫേവറേറ്റ് 1000 ഐലൻഡാണ്. ആൻഡ് മിഡ് നൈറ്റ്
ഇൻടു ദ നൈറ്റ് അങ്ങനെ ഒന്ന് പറഞ്ഞിട്ടൊരു ബ്ലാക്ക് കളറുണ്ട്. അതിൻ്റെ രണ്ടിൻ്റെയും ബോഡി മിസ്റ്റും ബോഡി വാഷും ഒക്കെ അടിപൊളിയാണ്, നല്ല മണമായിരിക്കും. മൊത്തം പച്ചയിലിറങ്ങിക്കണം. എൻ്റെ ചെരുപ്പ് മാത്രം എന്ത് പച്ചല്ലാത്ത. അതിലവിടെ നിന്ന് എന്തോ ബബിൾ ടീയോ എന്തോ വാങ്ങിക്കാൻ വേണ്ടി കയറിയിട്ട് തക്കു മിക്കവാറും എനിക്ക് എൻ്റെ ഒരു ഊഹം ശരിയാണ്, തക്കു പോയിട്ട് ഒരു വാട്ടർമെലൻ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കുക കേട്ടോ. ഹി ലവ്സ് വാട്ടർമെലൻ. മോളിൻ്റെ ഒരു സ്പേസാണ് ഇത് ആക്ച്വലി. ഇതിങ്ങനെ സെൻറ്റർ സ്പേസ്. ഇവിടെ ഇങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരുന്ന് ചിൽ ചെയ്യുന്നുണ്ട്. നമ്മളെപ്പോലെ തന്നെ ആൾക്കാർ എന്ത് വാങ്ങിക്കണം എന്നറിയാതെ ഇങ്ങനെ അലഞ്ഞു തിരിയുന്നുണ്ട്. Who's that tough man? Who's the man in charge here? Oh my god. നമ്മുടെ അബ്രോഡ് ലൈഫിലുള്ള എൻ്റർടൈൻമെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. വല്ലപ്പോഴും പുറത്തിറങ്ങുക, ഷോപ്പിംഗ് മാളിൽ പോവുക, ഇവിടെ ഷോപ്പ് ചെയ്യുക. അല്ലാതെ ഇവിടെ ഇങ്ങനെ പൂരം, വെടിക്കെട്ട്, നൂലുകെട്ട്, കല്യാണം, എൻഗേജ്മെൻറ്റ് അങ്ങനെ ഒന്നും ഇല്ല. ആഴ്ച വി ആർ സോ മച്ച് എക്സൈറ്റഡ് ഫോർ എമ്പുരാൻ. ഞാനൊക്കെ ഭയങ്കര ലാലേട്ടൻ്റെ ഫാനാണ്. കാരണം കുഞ്ഞുനാൾ മുതൽ പുള്ളിക്കാരൻ്റെ പടമൊക്കെ കണ്ട് ലാലേട്ടനൊരു ഇമോഷനല്ലേ. എന്തൊക്കെ പടങ്ങൾ, അതിൽ ഓരോ പുള്ളിക്കാരുടെ ഡയലോഗ് ഡെലിവറി ഒക്കെ കണ്ട് ഇങ്ങനെ രോഞ്ചാമം കൊള്ളുന്നൊരു ടീമിക്കാണ്. കുറേ ആയിട്ട് അങ്ങനെ ലൂസിഫറിന് ശേഷം ലാലേട്ടൻ്റെ വലിയ പടങ്ങളൊന്നും അത്രയൊന്നും ഓക്കെ അല്ലല്ലോ. അപ്പം കംബാക്കിന് വേണ്ടി ആക്ച്വലി വെയിറ്റ് ചെയ്യാമെന്ന് ഈ പറയാം. കുറേ നാളുകൊണ്ട് വി ബോത്ത് ആർ ലുക്കിംഗ് ഫോർ ദിസ് മൂവി. ആൻഡ് പൃഥ്വിരാജിൻ്റെ മേക്കിംഗ് എന്താ ഒരു രക്ഷയില്ല. ട്രെയിലർ ഇന്നലെയാണ് ലോഞ്ച് ചെയ്തത്, നമ്മൾ രണ്ടുപേരും കണ്ടിരുന്നു. ഒരു ഹോളിവുഡ് മേക്കിംഗ് അടിപൊളിയായിട്ടുണ്ട് എന്തായാലും. താക്ക് ഒരു സിപ്പ് വന്നേ. താ ഒരു സിപ്പല്ലേ ചോദിച്ചുള്ളൂ, പ്ലീസ്. നേരത്തെ സുഖിയൻ ചോദിച്ചപ്പോ എന്തിനായിരുന്നു? നീ കഴിച്ചില്ലേ? അതുകൊണ്ട് നീ പകുതി കഴിച്ചിട്ടില്ലേ എനിക്ക് തന്നെ? പകുതിയാ? തക്കുന്റെ ഒറ്റ കടിയിൽ പകുതി ബോളില് പകുതി പോയി. ആ നല്ല ദാഹമുണ്ട്. പച്ചവെള്ളം തരാതെ പച്ചവെള്ളം ഞാൻ മേടിച്ചു തരാം, ജ്യൂസ് തരൂല. പിന്നെ കുറച്ചു നേരം പെട്രോൾ അടിക്കാൻ നിർത്തി. ഈ മുടിഞ്ഞ തണുപ്പത്ത് ഈ ക്രോപ്പ് ടോപ്പ് ഇട്ട് പെട്രോൾ അടിക്കുന്ന അത്ര സുഖമുള്ള പരിപാടിയില്ല. അകത്തെ പെട്രോൾ സ്റ്റേഷനിൽ പോയത് So I was like, oh, Tamil நீங்க எனக்கு தமிழ் நல்லா வருமே, நான் வந்து பாலக்காடு அப்படின்னு சொல்லி $45 we are paid. So $45 ആകുമ്പോൾ ഇത് ഈ ലോക്ക് അൺലോക്ക്. അങ്ങനെ ഞങ്ങൾ സക്സസ്ഫുള്ളി ഇടത്തി. എത്ര മണിക്കൂർ ഡ്രൈവ്? ഞാനാ ഒരു 13 മണിക്കൂറായി കാണും. രാവിലെ 6 മണിക്ക് തുടങ്ങിയതാണ്. 1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ടായിരുന്നു. റോഡാണെങ്കിൽ ഭയങ്കര മോശം, മഴ പോലെ മഞ്ഞിങ്ങനെ പെയ്യാം. മഴ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞ് പെയ്യുന്നുണ്ട്. താഴെ റോട്ടിലെത്തുമ്പോൾ ഭയങ്കര വെള്ളം. അപ്പം റിഫ്ലക്ഷൻ അടിച്ചിട്ട് ലൈനും കാണാൻ പറ്റുമോ ഒന്നിനും കാണാൻ പറ്റുന്നില്ല. ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയാണെങ്കിൽ ഹൈ ബീമിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് അവർക്ക് ബുദ്ധിമുട്ടൊക്കെയാണ്. എന്തായാലും ഏത് കാറ്റിലാണെങ്കിലും പേമാരിയിലാണെങ്കിലും വണ്ടി ഓടിക്കും, അതൊന്നും ഒരു വിഷയമല്ല. ആൻഡ് ഐ ലവ് ഡ്രൈവിങ്. അതൊന്നും കാര്യമേ ആക്കുന്നില്ല. ഇനി ഞങ്ങൾ പോയി ഭക്ഷണമൊക്കെ കഴിക്കണം. പൊറോട്ടയും ചിക്കനും ഉണ്ട്, അത് കഴിക്കണം. പിന്നെ ഒട്ടും വൈകാതെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. പിന്നെ OTT-യിലാണെങ്കിൽ പുതിയ സിനിമ ഡ്രാഗൺ എന്ന പടം റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതും കാണാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ ഓൾറെഡി ലേറ്റായി. നാളെ ഞങ്ങൾക്ക് 2 പേർക്കും ജോലിയുണ്ട്. പക്ഷെ അതൊന്നും കാര്യമാക്കാതാണ് ഈ ലേറ്റ് നൈറ്റ് ഇരുന്ന് പടം കാണുന്നത്. ഇതൊക്കെ കണ്ട് കിടന്നുറങ്ങുമ്പോഴത്തേക്കും ഇന്ന് 1:30 ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഐ വിൽ സീ യു ഗൈസ് ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. അതുവരേക്കും ടേക്ക് കെയർ.